ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സെപ്റ്റംബർ 1 നമ്മൾ മാതാവിൻ്റെ 8 നോമ്പ് തുടങ്ങുന്ന ദിവസമാണ്. ജനന തിരുനാളിന് ഒരുക്കമായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ 10 യൂണിറ്റുകൾക്കും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വെഞ്ചരിച്ച് ഞങ്ങളുടെ വികാരിയച്ഛൻ നൽകുന്ന ശുശ്രൂഷയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ യൂണിറ്റുകളിലും എല്ലാ വീടുകളിലും പരിശുദ്ധ അമ്മ ഇന്നു മുതൽ ഞങ്ങളെ വിസിറ്റ് ചെയ്യും. അമ്മ വന്ന് ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കും. 8 നോമ്പിൻ്റെ ദിവസങ്ങളിൽ അമ്മയോടുകൂടെ ആയിരിക്കാനായിട്ട് അമ്മ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ കയറിയിറങ്ങുകയാണ് ഇന്നു മുതൽ. പരിശുദ്ധ അമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഓരോ ഭക്തകൃത്യങ്ങളും സ്വർഗം ഏറ്റവും അധികം ഇഷ്ടപ്പെടും. കാരണം പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയല്ലേ. ചിലരൊക്കെ പറയും, ഇങ്ങനെയൊക്കെ മാതാവിൻ്റെ ഭക്ത അഭ്യാസങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്ന്. പക്ഷേ എന്ത് ചെയ്യാം, പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും അവളെ സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായി മുടിധരിപ്പിച്ചില്ലേ. അതുപോലെ മനുഷ്യരെ പാപത്തിൽ നിന്നും മോചിപ്പിച്ച് പിതാവിലേക്ക് കൊണ്ടുപോകാൻ തൻ്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് പറഞ്ഞയച്ചത് ഈ മേരിയിലൂടെയല്ലേ. അതുകൊണ്ട് മേരിയെ ബഹുമാനിക്കുന്നതിൽ വെറുതെ നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. പരിശുദ്ധ അമ്മ എവിടെ വരുന്നോ അവിടെ അനുഗ്രഹങ്ങളുടെ പൂമഴയായിരിക്കും. ഒപ്പം സഹനവുമുണ്ടാകും. പക്ഷേ ഓരോ സഹനത്തിലും പിടിച്ചു നിൽക്കാൻ നമ്മുടെ അമ്മ, സ്നേഹമുള്ള അമ്മ നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബലം. കാരണം കുരിശിൻ ചുവട്ടിൽ നിന്ന് സകല സഹനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഓരോ യൂണിറ്റുകാരും അമ്മയെ കൊണ്ടുപോവുകയാണ്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി അമ്മ ഞങ്ങളെ ഇന്നു മുതൽ ശക്തിപ്പെടുത്തും. പരിശുദ്ധ അമ്മയുടെ ഈ 8 നോമ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരു പാരമ്പര്യത്തിലുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. പണ്ട് ആരോ ചൊല്ലിയിട്ടുള്ളതാണ്, ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ പ്രാർത്ഥന ഇപ്പോൾ ഇവിടെ ചൊല്ലുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ 8 ദിവസവും ആ പ്രാർത്ഥന ചൊല്ലാം. പിന്നെ ഉണ്ണിമേരിയോടുള്ള മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. ഈ 2 പ്രാർത്ഥനകളും ഞാൻ ഇതിനോട് ചേർത്ത് ചൊല്ലുന്നുണ്ട്. നിങ്ങൾ എഴുതിയെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ഇത് നോക്കി പ്രാർത്ഥിക്കാവുന്നതാണ്. 8 ദിവസം പലതരം പ്രാർത്ഥനകളുണ്ട്. അതിലൊരു പ്രാർത്ഥനയാണിത് എന്നേ ഉള്ളൂ. വളരെ പണ്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഇപ്രകാരമാണ്: 8 കെട്ടിയ 8 കെട്ടുകൾ 8 തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എരിയിച്ച് കളയണേ 8 നോമ്പിൻ്റെ അമ്മേ. 8 നോമ്പിനോട് ബന്ധപ്പെടുത്തിയാണ് ഈ പ്രാർത്ഥന എന്ന് തോന്നുന്നു. പക്ഷേ ഇത് ചൊല്ലിയവരെല്ലാം പറയുന്നത് വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണെന്ന്. അമ്മ എല്ലാ കെട്ടുകളും എരിയിച്ച് കളയുമത്രേ. നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ അമ്മയോടല്ലേ. അതുപോലെ എത്രയും വിശുദ്ധ ഉണ്ണിമേരിയോടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഈ ദിവസങ്ങളിൽ അതും ചൊല്ലാം. ഏറ്റവും പരിശുദ്ധയായ ഉണ്ണിമേരി, അങ്ങയുടെ അതിമൃദുലമായ ശൈശവം, അമലോത്ഭവം എന്ന അസാധാരണ വരത്താൽ ദൈവദൃഷ്ടിയിൽ മഹത്തായിരിക്കുന്ന അങ്ങയുടെ ആ ജീവിതഘട്ടം ബഹുമാനിക്കപ്പെടുന്നതിനുള്ള അങ്ങയുടെ അനുഗ്രഹം അത്ഭുതകരങ്ങളായ അനവധി വരങ്ങൾ നൽകിക്കൊണ്ട് അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ഹാവായുടെ പുത്രികളിൽ ഏറ്റവും ഗണനീയയായ അങ്ങ് മാധുര്യവും നന്മയും വീശുന്ന അങ്ങയുടെ കണ്ണുകളെ എൻ്റെ മേൽ തിരിക്കണമേ.
ഞങ്ങളുടെ മധ്യസ്ഥയും അവകാശവാദിയും എന്ന സ്ഥാനത്തിന് അനുസൃതമായി അങ്ങ് എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ നിരാശയോടെ അങ്ങയുടെ തിരുത്തൊട്ടിലിൻ്റെ പക്കൽ നിന്ന് മടങ്ങിപ്പോകുവാൻ ഒരിക്കലും എനിക്ക് ഇടവരുത്തല്ലേ. പിന്നെയോ ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും അവിടെ ഞാൻ പ്രാപിക്കട്ടെ. ഓ മറിയമേ, എനിക്കും മറ്റുള്ളവർക്കും ഉണ്ണിയായ അങ്ങയോട് യഥാർത്ഥ ഭക്തിയും പുണ്യത്തിൽ മരണപര്യന്തം നിലനിൽക്കുന്നതിനുള്ള അനുഗ്രഹവും ലഭിച്ചു തരണമേ. ആമേൻ. ഇങ്ങനെ വിവിധങ്ങളായ പ്രാർത്ഥനകളുണ്ട്. നമുക്കത് ചൊല്ലി പരിശുദ്ധമ്മയുടെ ജനനത്തിന് വേണ്ടി എങ്ങനെയൊക്കെ ഒരുങ്ങാം അങ്ങനെയൊക്കെ നമുക്ക് ഒരുങ്ങണം. ഈ കാലഘട്ടം പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും ബഹുമാനവും കാണിക്കേണ്ട കാലഘട്ടമാണ്. കാരണം അവസാന വിധിയിൽ നമ്മെ സഹായിക്കുവാനുള്ളത് യാക്കോബിൻ്റെ ഗോവണിയായ പരിശുദ്ധ കന്യകാമറിയമാണെന്ന് എപ്പോഴും നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കാം. കാരണം അത് വചനമാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കേട്ടോ, ശരിക്കും വെച്ച് തന്റെ പുത്രന് ജന്മം നൽകാൻ അമലയാകെ അവളെ തിരഞ്ഞെടുത്ത ദൈവമേ, അങ്ങയുടെ അന്ധകാരത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. പരിശുദ്ധമയുടെ പ്രയോജനമാകുന്ന ഞങ്ങൾ കിട്ടുന്ന പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇടവുകളെയും വിശ്വാസത്തിലും സ്നേഹത്തിലും ഉണർത്തണമേ. ദുഷ്ടാരൂപികൾക്ക് ബീജം നിർത്തുന്ന കന്യാമറിയത്തിന്റെ മധ്യസ്ഥയാൽ എല്ലാ പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും ജന്മകൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ എന്നിവയിൽ നിന്നുമുള്ള സംരക്ഷണവും ഞങ്ങൾ ആവശ്യമായ അനുഗ്രഹങ്ങളും അങ്ങേ ഹിതാനുസരണം നൽകണമെന്ന് അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന സകലത്തിന് നാഥായി നയിക്കും. സർവ്വസേനയുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം സ്വർഗ്ഗത്തിലുള്ള ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വരാനുള്ള ജാഗ്രത രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് വേണ്ടി സമയത്തും ഓരോ വീടുകളിലേക്കും ഇനി പരിശുദ്ധ അമ്മ യാത്രയാവുകയാണ്. 1-ാം തീയതി തന്നെ ഞങ്ങളുടെ ഈ വീടുകളിൽ പരിശുദ്ധ അമ്മ സന്ദർശിക്കാൻ എത്തിയത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇനിയുള്ള ദിവസങ്ങൾ അമ്മയോടൊപ്പം ഭജനയിരുന്ന് ഉച്ചവരെ പ്രാർത്ഥിക്കാനായി ശ്രമിക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ തിരക്കുകളിലും പ്രതിസന്ധികളിലും പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഈ ലോകത്ത് ചെയ്യാനുള്ളത് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ ആവോ എന്നാണ് എല്ലാവരുടെയും ഒരു ഉത്കണ്ഠ. എന്തായാലും മനസ്സുകൊണ്ട് നമുക്ക് ഭജന ഇരിക്കാമല്ലോ. അതല്ലാതെ ജോലിയും പണിയും ഒക്കെ കളഞ്ഞ് ഇങ്ങനെ ഭജന ഇരിക്കാൻ പാടില്ലല്ലോ. മനസ്സിലാണ് പരിശുദ്ധ അമ്മ ഉണ്ടാകേണ്ടത്. നമുക്ക് അമ്മയോടൊപ്പം എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കാം. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ
പരിശുദ്ധ അമ്മയെ ഓരോ ഭവനങ്ങളിലും അലങ്കരിച്ച് നമ്മൾ പ്രതിഷ്ഠിക്കണം. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അതുണ്ടായാൽ പിന്നെ സ്വർഗം നമുക്ക് ഉറപ്പാണ്. പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒരുങ്ങിയിട്ടുണ്ടോ അമ്മയെ വരവേൽക്കാൻ? നമുക്കത് ശ്രദ്ധിക്കാം. എന്നിട്ട് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അതെല്ലാം നികത്തി വിശുദ്ധിയുള്ള ഹൃദയവുമായി പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. അമ്മ മാതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അക്കരെ മാതാവ് നമ്മെ ജീവിതത്തിൻ്റെ അക്കരെ എത്തിക്കാൻ എപ്പോഴും കൂടെയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്